ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2019 പുറത്തിറങ്ങിയ ഹെലാറോ എന്ന ഒരു ഹോളിവുഡ് മൂവിയാണ്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ഒരു വ്യക്തിയെ കാണിക്കുന്നു. അയാളിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് അയാളുടെ മകള് അച്ഛാ ഞാനും വന്നോട്ടെ എന്ന് ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഇയാൾ ആ ദേഷ്യത്തോടു കൂടി തന്റെ ഭാര്യയെ നോക്കുകയാണ്. കാരണം ആ നാട്ടിലെ സ്ത്രീകളെ ശരിക്കും അടിമകളെ പോലെയാണ് കാണുന്നത്. അവർക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ള അവകാശങ്ങൾ പോലുമില്ല. ഇയാളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡാൻസ് ഉണ്ട്. സോ ആ ഒരു ഡാൻസിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇപ്പോൾ അവിടെ ഒരു റേഡിയോ വെച്ചിട്ട് ആ റേഡിയോയുടെ അടുത്ത് പോയിട്ട് എല്ലാവരും നിൽക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ മഴ പെയ്യാത്തത് കൊണ്ട് വെള്ളത്തിനൊക്കെ ഭയങ്കര ക്ഷാമമാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടോ എന്നൊക്കെ റേഡിയോയിൽ പറയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അവിടേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി വന്നിട്ട് ഇവരെയൊക്കെ ആ റേഡിയോന്റെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് അവർ പോയിട്ട് ആ ഡാൻസ് കളിക്കുന്നു. ആ ഒരു ഡാൻസ് കളിക്കുന്നത് ആണുങ്ങൾ മാത്രമാണ്. ശരിക്കും ഈ ഒരു ഡാൻസ് കാണാൻ വന്നോട്ടെ എന്നാണ് ആ ചെറിയ പെൺകുട്ടി ചോദിച്ചത്. പക്ഷെ അത് കാണാനോ അത് കളിക്കാനോ ഒന്നും സ്ത്രീകൾക്ക് അവകാശമില്ല. അവരവരുടെ വീടിനുള്ളിൽ നിന്നിട്ട് ജനലിലൂടെ അങ്ങാനും ആ ഒരു ഡാൻസ് കാണുകയോ അല്ലെങ്കിൽ ആ ഡാൻസിന്റെ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുകയോ മാത്രമാണ് ചെയ്യുന്നത്. അടുത്ത ദിവസം രാവിലെ ഇപ്പോൾ ആ നാട്ടിൽ വെള്ളമില്ലാത്തത് കൊണ്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടിലെ മുഴുവൻ സ്ത്രീകളും കൂടിയിട്ട് ഒരു 7 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ഇതേ സമയത്ത് നാട്ടിലുള്ള ആണുങ്ങളെല്ലാം ഒരുമിച്ചിരുന്നിട്ട് അവരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന സുന്ദർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യ കേസർ ഇപ്പോൾ സുന്ദറിന്റെ മാതാപിതാക്കളുടെ കൂടെയാണ് താമസിക്കുന്നത്. അവർക്കാണെങ്കിൽ ഇപ്പോൾ സ്വന്തമായിട്ട് പോയി വെള്ളം എടുക്കാനുള്ള കഴിവില്ല. ആ നാട്ടിലുള്ള ഏതെങ്കിലും സ്ത്രീയുടെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ സ്ത്രീ വീടിന് പുറത്തിറങ്ങരുതെന്നാണ് നിയമം. ഇതിനെപ്പറ്റിയാണ് നാട്ടിലുള്ളവരിപ്പോൾ പ്രധാനമായിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് ബാഗ്ല എന്ന് പറഞ്ഞ വ്യക്തി അങ്ങോട്ട് വന്നിട്ട് അവരുടെ അടുത്ത് പറയുന്നു, കേസറിന്റെ കുടുംബത്തെ എന്തായാലും വെള്ളം കിട്ടാതെ മരിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ കേസറിന് വെള്ളം എടുക്കാനുള്ള അനുമതി കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ഗ്രാമത്തിലെ പ്രധാനപ്പെട്ടവരെല്ലാവരും കൂടി ചർച്ച ചെയ്തിട്ട് കേസറിന് വെള്ളം എടുക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്നു. പക്ഷേ മറ്റൊരു സ്ത്രീകൾക്കും കേസറുമായിട്ട് സംസാരിക്കാനുള്ള അവകാശമില്ല. ഈ ബാഗ്ലയാണെങ്കിൽ പട്ടണത്തിൽ നിന്നും പലതരത്തിലുള്ള വാർത്തകൾ നാട്ടിലേക്ക് എത്തിക്കുന്ന വ്യക്തിയാണ്. അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ അദ്ദേഹം അവിടെ പറയുന്നു. അതുപോലെ തന്നെ ആ നാട്ടിലെ ഒരു വ്യക്തിയായ ദേവബാബയുടെ മകനായിട്ടുള്ള അർജുൻ പട്ടാളത്തിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ലീവ് സാങ്ഷനായി എന്നും പറഞ്ഞ് എഴുതിയിട്ടുള്ള ഒരു കത്തൊക്കെ ബാഗ്ല ഇപ്പോൾ ഇവർക്ക് വായിച്ചു കേൾപ്പിക്കുന്നു. ദേവബാബ ഇത് കേട്ടതിന് ശേഷം അവിടെയുള്ളവരോട് പറയുന്നു, എന്റെ മകന്റെ കല്യാണം കഴിയുന്നത് വരെ ദയവ് ചെയ്ത് കേസറിനെ വെള്ളം എടുക്കാൻ അനുവദിക്കരുത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിധവകൾ പുറത്തിറങ്ങുന്നത് അശുഭമായിട്ടാണ് അവിടെയുള്ളവർ കാണുന്നത്. അങ്ങനെ അത്രയും ദിവസം കേസറിന്റെ വീട്ടിലേക്കുള്ള വെള്ളത്തിന്റെ കാര്യങ്ങൾ ഗ്രാമമുഖ്യന്റെ വീട്ടിൽ നിന്ന് ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പോൾ അർജുൻ കല്യാണം കഴിഞ്ഞിട്ട് നേരെ ഗ്രാമത്തിലേക്ക് വരികയാണ്. അവന്റെ ആദ്യ രാത്രിയിൽ അവൻ ഭാര്യയുടെ അടുത്ത് അവളുടെ പഠനത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. എന്നിട്ട് അവളുടെ അടുത്ത് പറയുന്നു, എന്റെ ഭാര്യയായി ജീവിക്കുമ്പോൾ ഈ നാട്ടിലെ നിയമങ്ങൾ കൂടി നീ അനുസരിക്കണം. നീ എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം നിനക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് തന്നെ കുഴിച്ചു മൂടിക്കോളൂ. അങ്ങനെ അവിടെ വെച്ച് കട്ടായി അടുത്ത ദിവസം രാവിലെ ഗ്രാമത്തിലെ സ്ത്രീകൾ പതിവ് പോലെ തന്നെ വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അർജുന്റെ ഭാര്യയുടെ അടുത്ത് അവരെല്ലാവരും വന്ന് സംസാരിക്കുകയാണ്. ആ സമയം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് വിധവയായ കേസറും എത്തുന്നുണ്ട്. സ്ത്രീകൾ ആരും കേസറിനോട് സംസാരിക്കുന്നില്ല. അവളെ കണ്ട ഉടനെ തന്നെ എല്ലാവരും മുഖം തിരിക്കുകയാണ്. ഇപ്പോൾ അർജുന്റെ ഭാര്യയായിട്ടുള്ള മഞ്ജരി മാത്രം ചെന്നിട്ട് കേസറിന്റെ അടുത്ത് സംസാരിക്കുന്നു. ബാക്കിയുള്ളവരൊന്നും അവളുടെ അടുത്ത് അങ്ങനെ സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൾ അതൊന്നും നോക്കാതെ നേരെ പോയി കേസറിന്റെ അടുത്ത് സംസാരിക്കുന്നു. കേസർ മഞ്ജരിന്റെ അടുത്ത് അവളുടെ പഠിപ്പിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. അടുത്ത ദിവസം വീണ്ടും അവർ വെള്ളം എടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെയുള്ള ഒരു ഗർഭിണിയായ സ്ത്രീ ഉണ്ട്. അവളുടെ അടുത്ത് ചെന്നിട്ട് മഞ്ജരി സംസാരിക്കുന്നു. എന്നിട്ട് ആ സ്ത്രീയുടെ വയറിൽ തൊട്ട് നോക്കിയിട്ട് മഞ്ജരി പറയുന്നു, ഇത് തീർച്ചയായിട്ടും പെൺകുഞ്ഞായിരിക്കുമെന്ന്. ഇതേ സമയത്ത് ഗ്രാമമുഖ്യന്റെ അടുത്ത് ബാഗ്ല വന്നിട്ട് ഗ്രാമത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തോക്കുകൾ മേടിക്കണമെന്ന് പറയുന്നു. മുഖ്യൻ അപ്പോൾ ഗ്രാമത്തിൽ ആവശ്യത്തിനുള്ളതുണ്ട് എന്നൊക്കെ പറയുന്നു. അവിടെ വെച്ച് കട്ടായി ഇപ്പോൾ മഞ്ജരിയെ കാണിക്കുന്നു. അവളിപ്പോൾ വീട്ടില് ഒരു തുണിയിൽ ഇങ്ങനെ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് ഒരു പ്രായമായ സ്ത്രീ വന്നിട്ട് അവളെ തടയുകയാണ്. ഇവിടെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ സമയത്ത് മഞ്ജരി എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്നു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു വിധവയുണ്ടായിരുന്നു. അവർ ഇതേപോലെ തന്നെ എംബ്രോയിഡറി ചെയ്യുമായിരുന്നു. അന്ന് ബാഗ്ലയ്ക്ക് പകരം മറ്റൊരു വ്യക്തിയായിരുന്നു പട്ടണത്തിൽ നിന്നും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അയാൾ ഈ വിധവയുടെ അടുത്ത് നിന്നും വസ്ത്രങ്ങളൊക്കെ മേടിച്ചിട്ട് പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. ഈ കാര്യങ്ങൾ ഗ്രാമവാസികളെല്ലാം അറിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും ഇവിടെ നിന്ന് ഒളിച്ചോടി. അങ്ങനെ ദേഷ്യം വന്നിട്ട് ഗ്രാമവാസികൾ എല്ലാവരും കൂടി നാട്ടിലുള്ള സ്ത്രീകളുടെ തുണിയും തുന്നാനുള്ള സാധനങ്ങളും എല്ലാം കൂട്ടിയിട്ട് കത്തിച്ചു. അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും സ്ത്രീകളെ വിലക്കി. അതിനുശേഷം 3 വർഷമായിട്ടും ഈ നാട്ടില് മഴ പെയ്തിട്ടില്ല. ദേവതയുടെ ശാപമായിരുന്നു അത്. അതിനുശേഷം ഗ്രാമവാസികൾ എല്ലാവരും കൂടി ഈ രണ്ടുപേരെയും തേടി കണ്ടുപിടിച്ച് ദൈവത്തിന് ബലി നൽകി. അപ്പോൾ മഞ്ജരി അവരെ കൊന്നതിന് ശേഷം മഴ പെയ്തോന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീക്ക് പറയാൻ മറുപടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരവിടെ നിന്ന് നടന്നു പോകുന്നു. അടുത്ത ദിവസം രാത്രി മഞ്ജരി ആ ഒരു ഡാൻസ് കളിക്കാന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് അർജുൻ പറയുന്നു, ഈ നാട്ടില് അത്തരം ഡാൻസുകൾ കളിക്കുന്നത് ഞങ്ങൾ പുരുഷന്മാര് മാത്രമാണ്, സ്ത്രീകൾക്ക്
അവൾക്ക് അതിനുള്ള അവകാശമില്ല. മഞ്ജരിക്കാണെങ്കിൽ ഇതെല്ലാം ഓർത്ത് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ സ്ത്രീകൾ വെള്ളമെടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു വ്യക്തി അവശനായി കിടപ്പുണ്ടായിരുന്നു. അവര് തിരിച്ചു വെള്ളമെടുത്ത് വരുന്ന സമയത്ത് അയാൾ ഇവരോട് വെള്ളം ചോദിക്കുന്നു. എന്നാൽ ഒറ്റ സ്ത്രീകൾ അയാൾക്ക് വെള്ളം കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ സ്ത്രീകൾക്ക് മറ്റു പുരുഷന്മാരുടെ അടുത്തേക്ക് ചെല്ലാനുള്ള അവകാശം പോലുമില്ല. എന്നാൽ മഞ്ജരി മറ്റുള്ളവരുടെ എതിർപ്പ് വകവെക്കാതെ അവൾ ചെന്ന് അയാൾക്ക് വെള്ളം കൊടുക്കുന്നു. അങ്ങനെ വെള്ളം കുടിച്ച് അയാൾക്ക് ഭയങ്കര ആശ്വാസമാവുന്ന സമയത്താണ് അയാളുടെ അടുത്തുള്ള ആ ഒരു ഡോള് കൊട്ടാൻ വേണ്ടിയിട്ട് മഞ്ജരി പറയുന്നത്. അങ്ങനെ തന്റെ ജീവൻ രക്ഷിച്ചത് അവളായതുകൊണ്ട് അവൾ പറഞ്ഞതുപോലെ തന്നെ അയാൾ ഡോള് കൊട്ടുന്നു. അപ്പോൾ ആ ഡോളിന്റെ താളത്തിനൊത്ത് മഞ്ജരി ഡാൻസ് കളിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അത് കണ്ടിട്ട് ബാക്കിയുള്ള സ്ത്രീകളും അവളോടൊപ്പം ഡാൻസ് കളിക്കുന്നു. കുറെ നേരം അവരങ്ങനെ ആ താളത്തിൽ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അതിനുശേഷം അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. എന്നിട്ടിപ്പോൾ അതിലൊരു സ്ത്രീ അവളുടെ അടുത്ത് പറയുന്നു, നീ ഇപ്പോൾ ചെയ്തതെല്ലാം തെറ്റാണ്. ദേവി ഇതെല്ലാം അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. ഇനി ഈ നാട്ടിൽ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്. ഇത് കേട്ട് എല്ലാ സ്ത്രീകളും ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ ചെന്നതിന് ശേഷം തങ്ങളുടെ ഹസ്ബൻഡിനും മക്കൾക്കും ഒന്നും വരരുതെന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ത്രീകളും പ്രാർത്ഥിക്കുന്നു. ഈ സ്ത്രീകൾക്ക് ശരിക്കും പേടിയാണ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. പക്ഷെ അടുത്ത ദിവസം നോക്കുന്ന സമയത്ത് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ അടുത്ത ദിവസം വെള്ളമെടുക്കാൻ പോകുന്ന സമയത്തും സ്ത്രീകൾ ഇതേപോലെ സന്തോഷത്തോടു കൂടി ഡാൻസ് കളിക്കുന്നു. എന്നാൽ ഒന്ന് രണ്ട് സ്ത്രീകൾ മാത്രം മാറി നിൽക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോഴും ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പേടിയാണ്. പിന്നീട് ഈ സ്ത്രീകളെല്ലാവരും ഇപ്പോൾ ആ കൊട്ടിയ വ്യക്തിയുടെ അടുത്ത് അയാളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് മുർജി എന്നാണ്. അയാൾക്കൊരു ഭാര്യയും ദേവ എന്ന മകളും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും മരിച്ചു പോയതാണെന്നും പറയുന്നു. അവിടെ വെച്ച് കട്ടായി ഇപ്പോൾ അർജുൻ ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ നേരത്ത് ഭാര്യേനെയും കൂടി കൂടെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് അർജുന്റെ അമ്മ പറയുന്നു. എന്നാൽ ആ സമയത്ത് അർജുൻ പറയുന്നു, അവിടെ ഏതു നേരം യുദ്ധമൊക്കെ നടക്കുന്ന സ്ഥലമാണ്, അവിടേക്കൊന്നും ഭാര്യയും കൊണ്ട് പോകാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ് അവനിപ്പോൾ അവിടെ നിന്ന് ജോലിക്ക് പോവുകയാണ്. ഇപ്പോൾ നാട്ടിലുള്ള സ്ത്രീകളെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത് അവർ ഡാൻസ് ഒക്കെ കളിച്ച് നല്ല രീതിയിൽ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ നാട്ടിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നല്ലോ, അവൾ പ്രസവിക്കുകയാണ്. അങ്ങനെ എല്ലാ സ്ത്രീകളും അവളുടെ വീട്ടിലോട്ട് വരുന്ന സമയത്താണ് അറിയുന്നത് ജനിച്ചതൊരു പെൺകുട്ടിയാണെന്നും ജനിച്ച ഉടനെ തന്നെ അത് മരിച്ചുപോയെന്നും. പിന്നീട് ഈ സ്ത്രീകൾ വെള്ളമെടുക്കാൻ പോകുന്ന സമയത്ത് അവിടെയുള്ള ഒരു സ്ത്രീ മഞ്ജരിയുടെ അടുത്ത് പറയുന്നു, നീ കാരണമാണ് അവളുടെ കുട്ടി മരിച്ചതെന്ന്. ഇത് കേട്ടപ്പോൾ കേസർ പറയുന്നു, അതിന് ഡാൻസ് ഒക്കെ കളിച്ചത് നമ്മളല്ലേ, പിന്നെ എങ്ങനെയാണ് അവൾക്ക് ശിക്ഷ കിട്ടുക. അങ്ങനെ ഇപ്പോൾ ഈ സ്ത്രീകൾ എല്ലാവരും കൂടി ആ ഗർഭിണിയായിരുന്ന പെണ്ണിന്റെ വീട്ടിലോട്ട് ചെല്ലുന്നു. അവിടെ ചെന്ന് ഈ ഡാൻസ് കളിച്ചതിന്റെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് മഞ്ജരി പറയുന്നു, ഞങ്ങൾ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് നിന്റെ കുട്ടി മരിച്ചതെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ തരുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങിക്കോളാം. എന്നാൽ അപ്പോൾ ആ സ്ത്രീ പറയുന്നു, എന്റെ കുട്ടി മരിക്കാൻ കാരണം എന്റെ അമ്മായച്ചനാണ്. അദ്ദേഹം എന്നെ എപ്പോഴും അടിക്കുമായിരുന്നു. ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തും എന്നെ അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എന്നിട്ട് പറയുന്നു, എനിക്ക് സുഖമാകുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ കൂടെ വരാം, എനിക്ക് അങ്ങനെയെങ്കിലും കുറച്ച് സമാധാനം കിട്ടുമല്ലോ. അടുത്ത ദിവസം വെള്ളമെടുക്കാൻ നേരത്ത് തേജൽ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ മകളെയും ഒപ്പം കൂട്ടുന്നു. അങ്ങനെ അവളും ഇവരുടെ കൂടെ ആ ഡാൻസ് ഒക്കെ കളിക്കാൻ കൂടുകയാണ്. എന്നിട്ട് ഈ സ്ത്രീകളെല്ലാവരും കൂടി ബുർജിക്ക് ഇപ്പോൾ ഭക്ഷണമൊക്കെ കൊടുക്കുന്നു. അപ്പോൾ ഈ സ്ത്രീകളെ എല്ലാം ദൂരെ നിന്നിട്ട് ബാഗ്ല കാണുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് ബുർജി, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്, ഇനി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഗ്രാമവാസികൾ എല്ലാവരും എന്നെ കൊല്ലുമെന്നൊക്കെ പറയുന്നു. എന്നാൽ സ്ത്രീകൾ പറയുന്നു, ഞങ്ങൾക്ക് ഏക ആശ്വാസം താങ്കൾ ഈ കൊട്ടുന്നതും ഞങ്ങൾ ഈ ഡാൻസ് കളിക്കുന്നതും ഒക്കെയാണ്, അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോകരുത്. അങ്ങനെയൊക്കെ അവർ പറയുന്നത് കേട്ടപ്പോൾ പിന്നെ ബുർജി അവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചു. വീണ്ടും ഇപ്പോൾ ഗ്രാമമുഖ്യൻ മഴയ്ക്ക് വേണ്ടിയുള്ള പൂജയൊക്കെ നടത്തുകയാണ്. അങ്ങനെ ഇപ്പോൾ ആകാശത്ത് മേഘം ഉരുണ്ടുകൂടുന്ന സമയത്ത് മഴ പെയ്യുമെന്ന് എല്ലാവരും വിചാരിക്കുന്നു. എന്നാൽ മഴ പെയ്യുന്നില്ല. പിറ്റേ ദിവസം ഈ സ്ത്രീകളെല്ലാവരും വെള്ളമെടുക്കാൻ പോകുന്ന സമയത്ത് ബുർജിയെ കാണാനില്ല. അങ്ങനെ ബുർജിയെ അവിടെയൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് അയാൾ ദൂരെ നിന്ന് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അയാൾ വന്ന് ഇവരുടെ അടുത്ത് പറയുന്നു, രാത്രി പൊടിക്കാറ്റ് ഭയങ്കര അധികമാണ്, അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ മഞ്ജരി പറയുന്നു, ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരൂ, അവിടെയാണെങ്കിൽ ഇപ്പോൾ നവരാത്രി ആവാറായി, അപ്പൊ നിനക്ക് എന്തായാലും ഇത് കൊട്ടാനുള്ള ചാൻസും കിട്ടും, അതുപോലെ തന്നെ അവിടെ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലവും കിട്ടും. എന്നിട്ട് അവര് ബുർജിയുടെ മകൾക്കും ഭാര്യയ്ക്കും ഒക്കെ എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റിയൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, താൻ തന്റെ നാട്ടിലെ ഇതേപോലെ ഡാൻസിന് വേണ്ടിയിട്ട് കൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗ്രാമവാസികൾ എല്ലാവരും അത് കഴിഞ്ഞ് വീട്ടിലോട്ട് മടങ്ങി. ആ സമയത്താണ് അയാളുടെ മകള് അയാളോട് അതൊന്ന് കൊട്ടാൻ പറയുന്നത്. അങ്ങനെ തന്റെ മകളുടെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് അയാൾ കൊട്ടുകയും ഭാര്യയും മകളും ഡാൻസ് കളിക്കുകയും ചെയ്യുന്നു. ഇവര് താഴ്ന്ന ജാതിയിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെയൊന്നും ചെയ്യാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നാട്ടിലൊരാൾ കണ്ടിട്ട് അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടി വന്ന് ഇവരുടെ വീടിന് തീയിടുകയാണ്. അങ്ങനെയാണ് അവർ രണ്ടുപേരും മരിച്ചത്. അവിടെ വെച്ച് കട്ടായി ഇപ്പോൾ ബുർജി അവരുടെ ഗ്രാമത്തിലോട്ട് പോവുകയാണ്. എന്നിട്ട് അവിടെ ചെന്ന് അദ്ദേഹം ഇങ്ങനെ കൊട്ടുന്നതൊക്കെ കേട്ടിട്ട് അവിടെയുള്ളവര് അദ്ദേഹത്തിന് പൈസ കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്ക് പൈസയൊന്നും വേണ്ട, എനിക്കിവിടെ ഗ്രാമത്തിൽ നിൽക്കാനുള്ള ഒരു പെർമിഷൻ തന്നാൽ മതി. അങ്ങനെ ആ സമയത്ത് ബാഗ്ല അങ്ങോട്ട് വന്നിട്ട് ബുർജിക്ക് നിൽക്കാനുള്ള ഒരു സ്ഥലം സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അന്ന് രാത്രി ഗ്രാമവാസികളെല്ലാം കൂടി ദേവിക്ക് പൂജ ചെയ്യുകയാണ്.
അടുത്ത ദിവസം രാവിലെ സ്ത്രീകളെല്ലാവരും വെള്ളമെടുക്കാൻ വരുന്ന സമയത്ത് ബുർജി അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ബുർജി പറയുന്നു, ഞാൻ പകല് നിങ്ങൾക്ക് വേണ്ടിയും രാത്രി അവർക്ക് വേണ്ടിയും കൊട്ടാമെന്ന്. അത് കേട്ട് എല്ലാവർക്കും സന്തോഷമായിട്ട് അദ്ദേഹത്തിന്റെ കൊട്ടിനൊത്ത് എല്ലാവരും ചുവടി വെക്കുന്നു. പിന്നീട് ഒരു ദിവസം ഗംഗ എന്ന് പറഞ്ഞ സ്ത്രീയുടെ അടുത്തേക്ക് അവരുടെ ഒരു റിലേറ്റീവ് വന്നിട്ട് അവളുടെ മാതാപിതാക്കള് അപകടത്തിൽ മരണപ്പെട്ടു എന്ന കാര്യം പറയുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ ദേവിയുടെ കോപം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് അവൾ വിചാരിക്കുന്നത്. അങ്ങനെ അവള് അമ്മായിമ്മയുടെ അടുത്ത് ഇവരിങ്ങനെ കൊട്ടി ഡാൻസ് കളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് അവൾ അവളുടെ ഗ്രാമത്തിലോട്ട് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ സ്ത്രീകൾ വെള്ളം കൊണ്ടുപോകുന്ന ആ സമയത്ത് ഗ്രാമത്തിലുള്ള എല്ലാവരും ഇതറിഞ്ഞിട്ട് അവിടേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് അവരിങ്ങനെ കളിക്കുന്നതൊക്കെ കണ്ടിട്ട് എല്ലാ പുരുഷന്മാർക്കും ദേഷ്യം വരുന്നു. അതിനുശേഷം അവിടേക്ക് മഞ്ജരിയുടെ ഹസ്ബൻഡ് അർജുനും എത്തിച്ചേരുന്നു. എന്നിട്ട് എല്ലാവരും കൂടി സ്ത്രീകളെ മർദ്ദിക്കുകയാണ്. അതുപോലെ ബുർജിയെയും ക്രൂരമായി മർദ്ദിച്ചിട്ട് അവന്റെ കൈ വെട്ടാനൊക്കെ ഒരുങ്ങുന്നു. അപ്പോൾ ഗ്രാമമുഖ്യൻ വന്നിട്ട് പറയുന്നു, അവന്റെ കൈ എന്തായാലും വെട്ടണ്ട, നമുക്ക് നവരാത്രി കഴിഞ്ഞിട്ട് അവനെ ദേവിക്ക് ബലി കൊടുക്കാം. അങ്ങനെ ബുർജിയെ അവരവിടെ കെട്ടിയിടുകയാണ്. അതിനുശേഷം രാത്രി അവിടെ ഗ്രാമമുഖ്യന്റെ നേതൃത്വത്തിൽ ദേവിയെ പൂജിക്കുകയാണ്. എന്നിട്ടിപ്പോൾ ബുർജിയെ ബലി കൊടുക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. അങ്ങനെ ഇപ്പോൾ ബുർജിയുടെ കഴുത്തിലോട്ട് വാൾ വെച്ച് വെട്ടാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ബാഗ്ല അങ്ങോട്ട് വന്നിട്ട് ബുർജിയുടെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, എനിക്ക് അവസാനമായിട്ട് എന്റെ ഡോൾ കൊട്ടണം. അങ്ങനെ കൊട്ടി അത് എപ്പോഴാണോ പൊട്ടുന്നത് അപ്പോൾ നിങ്ങൾ എന്നെ തീയിട്ട് കത്തിക്കണം. അങ്ങനെ ഇപ്പോൾ ഗ്രാമത്തിലുള്ളവര് അതിനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കാൻ തുടങ്ങുന്നു. ബുർജി അങ്ങനെ തന്റെ ആഗ്രഹം പോലെ അവൻ കൊട്ടാനും തുടങ്ങുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് മഞ്ജരി പുറത്തേക്ക് വരുമ്പോൾ അർജുൻ അവളോട് അകത്തോട്ട് പോകാൻ പറയുന്നുണ്ട്. എന്നാൽ അവൾ ഇതൊന്നും കേൾക്കാതെ അവിടെ തന്നെ നിൽക്കുന്നു. അപ്പോൾ കറക്റ്റ് ആകാശത്ത് നിന്ന് ഇടിവെട്ടി മഴ പെയ്യുകയാണ്. മഴ കണ്ടതോടെ സ്ത്രീകളെല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ സ്ത്രീകൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പുരുഷന്മാര് ഒന്നും ചെയ്യുന്നില്ല. കാരണം ഗ്രാമമുഖ്യൻ പറയുന്നു, ഇത് ദേവിയുടെ അനുഗ്രഹമാണ്, 3 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ മഴ പെയ്യുന്നത്, അതുകൊണ്ട് ഇത് നമ്മളെല്ലാവരും ആഘോഷിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇപ്പോൾ ബുർജി കൊട്ടുന്ന ആ ഒരു താളത്തിനൊത്ത് സ്ത്രീകൾ എല്ലാവരും ആ മഴയത്ത് ചുവട് വെക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ സിനിമ അവസാനിക്കുകയാണ്. സ്ത്രീകളെ വെറും അടിമകളായി മാത്രം കാണുന്ന ഒരു പുരുഷ സമൂഹത്തിന്റെ ക്രൂരതകളെ കൃത്യമായി വിശകലനം ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണിത്. സോ ഈ ഒരു സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള മൂവീസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.